കുടുംബവും ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നുവരെന്ന് വെളിപ്പെടുത്തലുമായി വിജയന്റെ അയൽവാസി മുതലെടുത്ത് ഒപ്പം ചേർന്നതാണ് നിതീഷ് എന്നും ടി.ജി. ടാർലി പറഞ്ഞു. അതേസമയം ഇടുക്കി കട്ടപ്പനയിലെ കൊലപാതക കേസിൽ പ്രതി മൊഴി മാറ്റി പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ മറവ് ചെയ്തെന്നായിരുന്നു നിതീഷ് ആദ്യം നൽകിയ മൊഴി. നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരും. സംഭവിച്ചാൽ നമുക്കും ദുരൂഹതയെ പറയാനുള്ളൂ. ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ഈ പൂജയും പൂജാതി കർമ്മങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരായിരുന്നു. ഇങ്ങനെ അമ്പലങ്ങളുമായിട്ട് വിശ്വസിക്കുന്നു, വീടിൻ്റെ അകത്ത് പൂജ ഒക്കെ ചെയ്യുന്നു. കാരണം ഈ നമ്മൾ പറയുന്ന തൊഴുത്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞില്ലേ, ആ തൊഴുത്തിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഈ കളവൊക്കെ വരച്ചിട്ട് ചുമല തുണിയൊക്കെ ഇങ്ങനെ കെട്ടിയിടും, ഈ അമ്പലങ്ങളിലൊക്കെ കാണിക്കുന്നവരെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഒരു മാതൃകാ കുടുംബമായിരുന്നു ഇവിടെ. കാരണം ആർക്കും കുറ്റം പറയാൻ പറ്റുമല്ലോ. നല്ല രീതിയിൽ അവരുമായിട്ട് ഒരു അയൽക്കാരുമായിട്ടൊരു വഴക്കും വയ്യ. അവർക്കൊന്നും വിജയനും പോയിട്ടില്ല, കുടുംബം പോയിട്ടില്ല. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, പിള്ളേർ നല്ലതായിട്ട് പഠിപ്പിച്ചു. ആ പിള്ളേരെ അതുപോലെ നമുക്കും വിശ്വാസമായിരുന്നു. പക്ഷേ എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പെട്ടെന്ന് ആളുകളെ നകലുമായിരുന്നു. കാരണം നമ്മളെ ആരും ഇവിടുത്തെ ഉള്ള നെയ്ബറെ ഒന്നും അവരുടെ പരിസരത്തേക്ക് അടുപ്പിക്കുമല്ലായിരുന്നു. അവരുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് അപ്പുറം അവർ നമ്മുടെ പറമ്പിൻ്റെ അതിരെ വന്ന് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് നമ്മളുമായിട്ട് സംസാരിക്കില്ല. അത്രയും വിജയൻ്റെ സാമ്പത്തികം ഉണ്ടായിരുന്നു. ആ സാമ്പത്തികം ഇവിടെ പോയെന്നൊന്നും അറിയത്തില്ല. നിതീഷിനെ പറ്റി ദുരൂഹത, നിതീഷിനെ പറ്റി അറിയത്തില്ല. നിതീഷിൻ്റെ കുടുംബക്കാരെ മൊത്തം ഞങ്ങൾക്കറിയാം. നിതീഷിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. സുബിൻ കെ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ കട്ടപ്പനയിലെ ക്രൂരതയിൽ ദുരൂഹതകൾ ഏറെയാണ്. ഇപ്പോൾ കുടുംബം ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് അയൽക്കാരടക്കം പറയുന്നത്. നിരവധി തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ശേഖരിക്കാനുണ്ട്. എങ്ങനെ പോകുന്നു ഈ കേസ്? രജനി, പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ മറവ് ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ മറവ് ചെയ്തു എന്ന ആ മൊഴി അത് ഈ പ്രതിയായിട്ടുള്ള നിതീഷ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ഏറ്റവും കൂടുതൽ കുഴക്കുന്ന ഒരു കാര്യമുള്ളത്. ഈ ഒരു കേസിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്നതും അതുതന്നെയാണ്. അടിക്കടി ഈ നിതീഷ് മൊഴി മാറ്റുന്നതാണ്. ആദ്യഘട്ടത്തിൽ 2016 ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ ഈ മൃതദേഹം മറവ് ചെയ്തു എന്നാണ് മൊഴി നൽകിയിരുന്നത്. ഈ മൊഴി തന്നെയാണ് വിഷ്ണുവും നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഇന്നലെ ഇവിടെ എത്തി പോലീസ് പരിശോധനകൾ ആരംഭിച്ചപ്പോഴാണ് ഇയാൾ മൊഴി മാറ്റിയത്. ഇവർ വേറെ ആരും അറിയാതെ താൻ തനിയെ എത്തി ഈ ഒരു മൃതദേഹം, ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റി എന്നുള്ളതാണ് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. അത് എവിടേക്ക് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ നിതീഷ് തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ വിഷ്ണുവിനെയും അതുപോലെ തന്നെ വിജയൻ്റെ ഭാര്യ സുമയെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്ന് എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അതോടൊപ്പം തന്നെ നിതീഷിനെ കൂടുതലായി വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ മൃതദേഹം എങ്ങോട്ടാണ് മാറ്റിയത്, അതിലെന്തെങ്കിലും കളവാണോ ഇത് ഇയാൾ പറയുന്നത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമാകും. അതിനുശേഷമാവും തുടർ പരിശോധന എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ തുടരുകയാണ്. പ്രധാനമായും ഈ 2016 ഈ കുടുംബം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, 2016 ശേഷമാണ് ഇവർ ഈ ഒരു വീട് വിറ്റുകൊണ്ട് കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട് വിറ്റ ശേഷം ഇവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. 2016 ആദ്യ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു വർഷം തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ഈ നിതീഷ് ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇവർ ഈ ഒരു കുടുംബം പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഈ സമീപത്തുള്ള ആളുകൾ വരുന്നതോ ഒക്കെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെരയ്ക്കകത്ത് ആളെ കയറ്റാത്ത സാഹചര്യം. ഏതെങ്കിലും വിധത്തിൽ ആളുകൾ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഓടി പുറത്തേക്ക് വന്നുകൊണ്ട് അല്ലെങ്കിൽ പുറത്തു നിന്ന് നിർത്തി സംസാരിച്ച് മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഒരു വലിയ നല്ല രീതിയിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളായിരുന്നു വിജയൻ. നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്ന് എങ്ങനെ ഇത്തരത്തിൽ അവർ ആയിപ്പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ ആളുകൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. 1,10,00,000 രൂപയ്ക്കാണ് ഈ ഒരു സ്ഥലം വിജയൻ വിറ്റത്. ആ തുകയെല്ലാം തന്നെ എതിരെ പോയി എന്നുള്ള കാര്യത്തിലെല്ലാം ദുരൂഹതയുണ്ട്. അതിലെല്ലാം കൃത്യമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അടിക്കടി ഇയാൾ മൊഴി മാറ്റി പറയുന്നതാണ് നിലവിലിപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോലീസിനെ പ്രധാനമായും വെട്ടിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലില്ല, അതായത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാകൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിശദമായ മൊഴി രേഖപ്പെടുത്തി അതിൽ ഒരു വ്യക്തത വരുത്തിയ ശേഷം ഈ മൃതദേഹം എന്താവശ്യത്തിനാണ് മാറ്റിയത്, അതിനുണ്ടായ സാഹചര്യം എന്തടക്കം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത ഉണ്ടാകണം. ആ ഒരു വ്യക്തതയെല്ലാം വരുത്തിയ ശേഷം തുടർ പരിശോധന നടത്തൂ എന്നുള്ളതാണ് പോലീസ് അധികൃതർ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിൽ വീണ്ടും പരിശോധനയ്ക്കായി പോലീസ് എത്തുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി, സുബ്രാണ് വിവരങ്ങൾ പങ്കുവച്ചത്.